വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുന്നേ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ രണ്ട് തരത്തിലുള്ള മാറ്റമാണുള്ളത്, രാസമാറ്റവും അതുപോലെ തന്നെ ഭൗതിക മാറ്റവും. അപ്പോൾ എന്താണ് രാസമാറ്റം എന്ന് നമുക്ക് നോക്കാം. രാസമാറ്റം എന്ന് പറഞ്ഞാൽ പുതിയൊരു വസ്തുവിലേക്ക് മാറുക, പുതിയൊരു വസ്തുവായിട്ട് മാറുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രാസമാറ്റം എന്ന് പറയുന്നത്. രാസമാറ്റം നടക്കുന്ന സമയത്ത് പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. രാസമാറ്റം നടക്കുമ്പോൾ പുതിയ തന്മാത്രകളുടെ രൂപപ്പെടലാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്ന സമയത്ത് അവ തിരിച്ച് ആ പഴയ സ്റ്റേറ്റിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് അവർക്ക് പോവാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതൊരു സ്ഥിരമായ മാറ്റമാണ്. രാസമാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിര മാറ്റമാണ്. തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് മാറാൻ അവയ്ക്ക് സാധിക്കുന്നില്ല. ഇതൊരു സ്ഥിര മാറ്റമാണ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ, ഇതിന് ഉദാഹരണം എന്തൊക്കെയായിരിക്കും? പടക്കം പൊട്ടുന്നത്, അതുപോലെ തന്നെ വിറക് കത്തുന്നത്, ഇതൊക്കെ എന്താണ്? പുതിയ വസ്തുക്കൾ ഉണ്ടായി മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ? പുതിയ തന്മാത്രകൾ ഉണ്ടാവുകയാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? രാസമാറ്റത്തിൽ ഉൾപ്പെടുന്ന മാറ്റങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഭൗതിക മാറ്റമാണ്. രാസമാറ്റം അതുപോലെ തന്നെ അടുത്തത് എന്താണ്? ഭൗതിക മാറ്റം. അപ്പോൾ ഭൗതിക മാറ്റം എങ്ങനെയായിരിക്കും? ഭൗതിക മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥിരമായ മാറ്റമായിരിക്കില്ല. ഇവിടെ എന്താണ്? തന്മാത്രകൾ, പുതിയ തന്മാത്രകൾ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, തന്മാത്രകളിൽ ക്രമീകരണം നടക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ രൂപീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്നാൽ എങ്ങനെയാണ്? പുതിയ തന്മാത്രകൾ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, പകരം അവിടെ തന്മാത്രകളിൽ എന്താണ്? ക്രമീകരണം നടക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇവയ്ക്ക് എന്താണ്? തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവാൻ സാധിക്കും. എന്താണ്? പുതിയ ഉണ്ടായ വസ്തുക്കൾക്ക് തിരിച്ച് അതേ അവസ്ഥയിലേക്ക് തന്നെ, തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഭൗതിക മാറ്റത്തിന് ഉദാഹരണം എന്തൊക്കെയാണ് വരുന്നത്? ജലം നീരാവിയാകുന്നു, അതുപോലെ മെഴുക് ഉരുകുന്നു. ജലം നീരാവിയാകുന്ന സമയത്ത് തിരിച്ച് നീരാവിക്ക് എന്തായിട്ട് മാറാം? തിരിച്ച് ജലമായി മാറാൻ സാധിക്കും. അതുപോലെ തന്നെ മെഴുക് ഉരുകി കഴിഞ്ഞാൽ തിരിച്ച് അതിന് പിന്നെയും വീണ്ടും എന്ത് ചെയ്യാം? മെഴുകാകാൻ സാധിക്കും, അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? തന്മാത്രകളുടെ ക്രമീകരണമാണ് നടക്കുന്നത്. പുതിയൊരു തന്മാത്ര ഉണ്ടാവുകയല്ല, പുതിയൊരു വസ്തു ഉണ്ടാവുകയല്ല, അവിടെ ചെയ്യുന്നത് എന്താണ്? തന്മാത്രയുടെ ക്രമീകരണം നടക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് അവയ്ക്ക് എന്ത് ചെയ്യാം? പഴയ അവസ്ഥയിലേക്ക് തന്നെ മാറാൻ സാധിക്കും. ഇങ്ങനെ എന്താണ്? കുറേ എക്സാമ്പിൾ തന്നിട്ട് ഇത് രാസമാറ്റം ഏതാണ് അല്ലെങ്കിൽ ഭൗതിക മാറ്റം ഏതാണ് എന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ രാസമാറ്റം എന്താണ്, ഭൗതിക മാറ്റം എന്താണെന്ന് നമ്മൾ കണ്ടു. രാസമാറ്റം എന്ന് പറയുന്നത് അവിടെ എന്താണ് നടക്കുന്നത്? രാസപ്രവർത്തനമാണ് നടക്കുന്നത്, അല്ലേ? അപ്പോൾ രാസപ്രവർത്തനങ്ങൾ, ഇന്ന് നമ്മൾ 3 തരം രാസപ്രവർത്തനങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് 3 തരം രാസപ്രവർത്തനങ്ങൾ? നമുക്ക് നോക്കാം. തെർമോകെമിക്കൽ റിയാക്ഷൻ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. താപരാസപ്രവർത്തനം, പ്രകാശരാസപ്രവർത്തനം, വൈദ്യുത രാസപ്രവർത്തനം. 3 തരം കെമിക്കൽ റിയാക്ഷൻ, 3 തരം രാസപ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് ഏതാണ്? താപരാസപ്രവർത്തനം. താപരാസപ്രവർത്തനം തന്നെ 2 തരത്തിലുണ്ട്. താപമോചക പ്രവർത്തനമുണ്ട്, താപ ആഗിരണ പ്രവർത്തനവുമുണ്ട്. എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, താപമോചക പ്രവർത്തനം. താപമോചക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? താപം പുറത്തുവിടുന്ന, താപത്തെ മോചിപ്പിക്കുന്ന പ്രവർത്തനം, താപത്തെ പുറത്തുവിടുന്ന പ്രവർത്തനമാണ് എന്ത്? താപമോചക പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി താപ ആഗിരണം എന്ന് പറഞ്ഞാൽ എന്താ? പേര് കേൾക്കും പറയാം, അല്ലേ? എന്താണ്? താപത്തെ ആഗിരണം ചെയ്യുന്നത്, താപത്തെ ആഗിരണം ചെയ്തുകൊണ്ടുള്ള രാസപ്രവർത്തനമാണ് എന്ത്? താപ ആഗിരണ പ്രവർത്തനം എന്ന് പറയുന്നത്. എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും. അപ്പോൾ എന്താണ്? അതിന് എക്സാമ്പിളാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട്. എന്താണ്? മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി പ്രവർത്തിച്ചുകൊണ്ട് മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും കൂടെ എന്തും പുറത്തുവിടുന്നുണ്ട്? താപവും പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഇതൊരു എന്താണ്? താപമോചക പ്രവർത്തനമാണ്. ഇതൊരു താപമോചക പ്രവർത്തനമാണ്.
താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താപമോചക പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും താപമോചക പ്രവർത്തനം അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷനുകളുടെ അടുത്തായിട്ട് എന്ത് ചെയ്തും പ്രോഡക്റ്റിന്റെ ഭാഗത്ത് പ്ലസ് താപം എന്ന് എഴുതിയതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ കണ്ടാൽ നമ്മൾ പറയണം അതെന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ താപമോചക പ്രവർത്തനമാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപ ആഗിരണ പ്രവർത്തനം. അപ്പോൾ താപ ആഗിരണ പ്രവർത്തനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? താപത്തെ ആഗിരണം ചെയ്തുകൊണ്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനമാണ് എന്ത്? താപ ആഗിരണ പ്രവർത്തനം അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഉദാഹരണം? എൻഡോതെർമിക് രാസപ്രവർത്തനത്തിന് എൻഡോതെർമിക് റിയാക്ഷന് ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. KMnO4 താപം. KMnO4 എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് വിഘടിക്കും. ചൂടാക്കി കഴിഞ്ഞാൽ അത് വിഘടിച്ചിട്ട് K2MnO4ഉം MnO2ഉം ഓക്സിജനും ഉണ്ടാവുന്നതാണ് ഇവിടെ നമ്മൾ എന്താണ് താപ ആഗിരണ പ്രവർത്തനത്തിന് എൻഡോതെർമിക് റിയാക്ഷന് ഉദാഹരണമായി തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് നേരത്തെ രാസപ്രവർത്തനത്തെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നേരത്തെ പ്രോഡക്റ്റിന്റെ അടുത്തായിരുന്നു പ്ലസ് താപം എന്ന് എഴുതിയത്. ഇവിടെ എന്താണ്? റിയാക്റ്റന്റിന്റെ അടുത്താണ് പ്ലസ് താപം. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിനെ ചൂടാക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താപ ആഗിരണ പ്രവർത്തനം എന്ന് പറയുന്നത്. കേട്ടറ്റ് കോച്ചിങ് രംഗത്ത് കേരളത്തിൽ തന്നെ ഒന്നാമതായി നിൽക്കുന്ന എഡ്വിൽ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നിട്ടിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 എന്നിവയിൽ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ കാറ്റഗറി 1-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും 4-ൻ്റെയും സിലബസുകൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ പോപ്പപ്പ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയലുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, സ്റ്റഡി ട്രാക്കർ, എക്സാം ഓറിയൻറ്റഡ് ടിപ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കോഴ്സിൽ ചേരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആപ്പും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് താപരാസപ്രവർത്തനത്തെ പറ്റിയാണ്. ഇനി അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് പ്രകാശ രാസപ്രവർത്തനം. അപ്പോൾ നേരത്തെ താപരാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ താപത്തെ ആഗിരണം ചെയ്തുകൊണ്ടുള്ളതും അതുപോലെ തന്നെ താപത്തെ പുറത്ത് വിട്ടുകൊണ്ടുള്ള രണ്ടു തരം രാസപ്രവർത്തനമാണ് താപരാസപ്രവർത്തനത്തിൽ നമ്മൾ പഠിച്ചത്. ഇവിടെ പ്രകാശരാസപ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? പ്രകാശോർജത്തെ ഇതേപോലെ തന്നെ എന്താണ് നേരത്തെ പോലെ തന്നെ ആഗിരണം ചെയ്തോ അല്ലെങ്കിൽ പ്രകാശത്തെ പുറത്ത് വിട്ടുകൊണ്ടുള്ളതോ ആയ രാസപ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രകാശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തു വിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ പ്രകാശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ പ്രകാശ രാസപ്രവർത്തനത്തിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഏതായിരുന്നു അത്? പ്രകാശ രാസപ്രവർത്തനത്തിന് വളരെ പരിചിതമായ ഒരു ഉദാഹരണമുണ്ട്. എന്തായിരുന്നു അത്? എന്താണത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, വാട്ടറും അതുപോലെ തന്നെ ജലവും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെയും പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ച് എന്താണ് അവിടെ ഗ്ലൂക്കോസും ഓക്സിജനും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് എന്ത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതെന്താണ്? പ്രകാശത്തെ ആഗിരണം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു താപത്തെ ആഗിരണം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു താപ ആഗിരണ പ്രവർത്തനം. അവിടെ നമ്മൾ റിയാക്റ്റന്റിന്റെ സൈഡിലാണ് നമ്മൾ പ്ലസ് താപം എന്ന് എഴുതിയത്. ഇവിടെ അതുപോലെ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ, റിയാക്റ്റന്റിന്റെ സൈഡിലാണ് എന്തുള്ളത്? പ്രകാശം ഉള്ളത്. അപ്പൊ എന്താണ്? പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനമാണ്. ഇതുപോലെ പ്രകാശത്തെ പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് മിന്നാമിന്നി. മിന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു
രാസപ്രവർത്തനം കാരണമാണ്. അപ്പോൾ ഈ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെ എന്താണ്, പ്രകാശത്തെ പുറത്ത് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കാണാറുണ്ട്, ചില മരുന്നുകൾ അതുപോലെ തന്നെ ചില രാസവസ്തുക്കളുടെ ചില കെമിക്കൽസ് ഒക്കെ ഇരുണ്ട ബോട്ടിലുകളിൽ സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതായത് ചില മരുന്നുകളും അതുപോലെ തന്നെ രാസവസ്തുക്കളും പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് തടയാൻ വേണ്ടിയിട്ടാണ് മരുന്നുകളും അതുപോലെ തന്നെ ചില മരുന്നുകളും അതുപോലെ തന്നെ രാസവസ്തുക്കളൊക്കെ ഇരുണ്ട ബോട്ടിലുകളിൽ സൂക്ഷിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ രാസപ്രവർത്തനം, വൈദ്യുത രാസപ്രവർത്തനം അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു താപരാസപ്രവർത്തനം അതുപോലെ തന്നെ പ്രകാശ രാസപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ പ്രകാശം പുറത്തുവിടുന്നതും അതുപോലെ തന്നെ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങളായിരുന്നു എന്ത്, പ്രകാശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. താപരാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, താപം പുറത്തുവിടുന്നത് അല്ലെങ്കിൽ താപം ആഗിരണം ചെയ്യുന്നതുമായ രാസപ്രവർത്തനങ്ങളായിരുന്നു. അപ്പോൾ വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വൈദ്യുതിയെ ഒന്നുകിൽ വൈദ്യുതിയെ ആഗിരണം ചെയ്തുകൊണ്ടുള്ള രാസപ്രവർത്തനം അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിലൂടെ എന്താണ് വൈദ്യുതി പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണ് എന്ത്, വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുത രാസപ്രവർത്തനത്തിന് ഉദാഹരണങ്ങളാണ് ഇലക്ട്രോലിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞാൽ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്തുകൊണ്ട് വിഘടനം സംഭവിക്കുന്ന രാസപ്രവർത്തനം. അതിന് എക്സാമ്പിളാണ് കോപ്പർ സൾഫേറ്റിലൊക്കെ നമുക്ക് വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ കോപ്പറും സൾഫേറ്റുമായി മാറ്റാൻ സാധിക്കും. അവിടെ എന്താണ് നടക്കുന്നത്, വിഘടനമാണ് നടക്കുന്നത്. അപ്പോൾ വൈദ്യുതി ആഗിരണം ചെയ്ത് പദാർത്ഥത്തിനെ വിഘടനത്തിന് വിധേയമാക്കുന്ന പ്രവർത്തനമാണ് എന്ത്, വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ഇതൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അടുത്ത ഉദാഹരണം എന്താണ്, വൈദ്യുത രാസ സെല്ലുകൾ, ഇലക്ട്രോ കെമിക്കൽ സെൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് രാസപ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യാം, വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുന്ന രാസപ്രവർത്തനമാണ് എന്ത്, വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് ആണ് എന്ത്, ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് പറയുന്നത്. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ചെറുനാരങ്ങയിലൊക്കെ സിങ്കും അതുപോലെ തന്നെ കോപ്പറും വെച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ബൾബൊക്കെ കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വൈദ്യുത രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. നമ്മളിവിടെ ആസിഡും അതുപോലെ തന്നെ മെറ്റലും തമ്മിലുള്ള റിയാക്ഷൻ വഴിയാണ് വൈദ്യുത രാസ സെല്ലുകൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ, ആസിഡ്സും മെറ്റൽസും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഉദാഹരണമാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഇലക്ട്രോ പ്ലേറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ലോഹത്തിന്റെ ആവരണം മറ്റൊരു ലോഹത്തിന് മേലെ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് എന്ത്, വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. നമ്മൾ സ്വർണം പൂശിയ ആഭരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന പ്രവർത്തനം, സ്വർണം പൂശാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്, വൈദ്യുത ലേപനം ആണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് സെല്ലുകളെ കുറിച്ചാണ്, ബാറ്ററികളെ കുറിച്ചാണ്. പലതരം ബാറ്ററികൾ നമുക്ക് അവൈലബിൾ ആണ്. അത് ഏതൊക്കെ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഡ്രൈ സെൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡ്രൈ സെൽ സാധാരണയായി നമ്മൾ റേഡിയോ, ക്യാമറ, ക്ലോക്കിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് എന്ത്, ഡ്രൈ സെൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് മെർക്കുറി സെൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു സെല്ലാണ് അല്ലേ, വട്ടത്തിലായിട്ടുള്ള ഒരു സെല്ലാണ് എന്ത്, മെർക്കുറി സെൽ എന്ന് പറയുന്നത്. പൊതുവേ നമ്മളിവിടെയൊക്കെയാണ് മെർക്കുറി സെല്ല് കണ്ടുവരുന്നത്. വാച്ചുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. വാച്ചുകളിൽ എന്താണ്, മെർക്കുറി സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ നമ്മൾ മെർക്കുറി സെല്ല് യൂസ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അടുത്തത് നമുക്കറിയാം നിക്കൽ കാഡ്മിയം സെല്ല് യൂസ് ചെയ്തിരിക്കുന്നത് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ടോർച്ചുകൾ അതുപോലെ തന്നെ ക്യാമറകളിലൊക്കെ എന്താണ്, നിക്കൽ കാഡ്മിയം സെൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിഥിയം അയോൺ സെല്ല്
പൊതുവെ മൊബൈൽ ഫോണ് ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സെല്ലുകളാണ് എന്ത് ലിഥിയം അയോൺ സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണ്? കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. 3 തരം കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു. താപരാസപ്രവർത്തനം, പ്രകാശരാസപ്രവർത്തനം, വൈദ്യുത രാസപ്രവർത്തനം. ഇവയ്ക്കൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്